മുനമ്പം വഖഫ് കേസിൽ അഖില കേരള വഖഫ് സംരക്ഷണ സമിതിക്ക് തിരിച്ചടി. കേസിൽ കക്ഷി ചേരാനുള്ള അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ അപേക്ഷ വഖഫ് ട്രിബ്യൂണൽ തള്ളി. മുനമ്പം വഖഫ് കേസിൽ കക്ഷി ചേരാനുള്ള അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ അപേക്ഷ വഖഫ് ട്രിബ്യൂണൽ തള്ളി. വഖഫ് ഭൂസംരക്ഷണത്തിൽ എന്ത് താൽപര്യമാണ് വഖഫ് സമിതിക്ക് എന്ന് ട്രിബ്യൂണൽ ചോദിച്ചു. ഇത്തരം കാര്യത്തിൽ മുൻപരിചയമുണ്ടോ എന്നും ട്രിബ്യൂണൽ ചോദിക്കുകയുണ്ടായി. വഖഫ് ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു. ഇതിന്റെ മുമ്പ് നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് കോടതിയുടെ ചോദ്യം. തീർച്ചയായിട്ടും സംസ്ഥാന ഭരണം അഥവാ സംസ്ഥാന സർക്കാർ ഇതിൽ നികുതി വാങ്ങണമെന്ന് പറഞ്ഞപ്പം ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോയിട്ടുള്ളതാണ്. ഞങ്ങൾ നികുതി പിരിക്കുന്നതിൽ ഞങ്ങൾ സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് അത് തന്നെയല്ലേ. പക്ഷേ അതൊന്നും കോടതി സമ്മതിക്കുന്നില്ല. എന്നാൽ ഇന്ന് കോടതിയിൽ വന്നിട്ടുള്ള മുനമ്പത്ത് ഈ താമസക്കാരായിട്ടുള്ള ആളുകളെ അവരെ VIP ആയിട്ട് പരിഗണിക്കുകയാണ് ചെയ്തത്. അതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇനി ഞങ്ങൾ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാനാണ് തീരുമാനം. അതേസമയം വഖഫ് സംരക്ഷണ വേദിയുടെയും താമസക്കാരുടെയും കക്ഷി ചേരാനുള്ള ഹർജി തിങ്കളാഴ്ച ട്രിബ്യൂണൽ പരിഗണിക്കും. വഖഫ് സംരക്ഷണ സമിതിയുടെയും വഖഫ് സംരക്ഷണ വേദിയുടെയും കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷയും തുടർവാദങ്ങളുമാണ് ഇന്ന് പരിഗണിച്ചത്. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ അപ്പീലിൽ കക്ഷി ചേരാനാണ് വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയും അപേക്ഷ നൽകിയത്. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചതും പിന്നീട് ഇത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഫാറൂഖ് കോളേജ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നത്. ഇതിൽ കക്ഷി ചേരാനുള്ള വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജിയാണ് വഖഫ് ട്രിബ്യൂണൽ ഇന്ന് തള്ളിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.